പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിലമ്പൂർ എം.എൽ.എ. ശ്രീമാൻ പി.വി. അൻവർ ADGP M.R. അജിത് കുമാറിനെ കുറിച്ചും പി ശശിയെക്കുറിച്ചുമൊക്കെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും മുൻ മലപ്പുറം മേധാവിയുമായിരുന്ന സുജിത് ദാസ് അവരെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഭൂകമ്പം, അതിൻ്റെ വ്യാപ്തിയും ആഴവുമൊക്കെ നമ്മളിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും അത് വലിയ ഭൂകമ്പങ്ങൾക്കും തുടർ ചലനങ്ങൾക്കും ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അതൊക്കെ ഞാൻ വേറെ വീഡിയോയിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തായാലും ഈ വിവാദങ്ങളുടെ അല്ലെങ്കിൽ പി.വി. അൻവർ നടത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകളുടെ പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്നത് M.R. അജിത് കുമാർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹമാണ് ഈ വിവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അയാൾ ഇടപെട്ടിട്ടുള്ള അധോലോക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ പി.വി. അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ വിവാദങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ADGP അജിത് കുമാറിനെ M.R. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയെന്നും അവിടെ വേറൊരു ഉദ്യോഗസ്ഥനെ വെച്ചു എന്നുമൊക്കെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറത്ത് ഈ M.R. അജിത് കുമാർ ആരാണ് എന്നും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എന്താണെന്നും അദ്ദേഹം ആരുടെയൊക്കെ ആണ് എന്നും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആക്കി വെച്ചിരിക്കുന്നത് എന്നുമൊക്കെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറത്താണ് ഞാൻ ചെയ്തത്. പക്ഷേ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ M.R. അജിത് കുമാർ എന്ന് പറഞ്ഞ ADGPയുടെ യഥാർത്ഥ മുഖം, അയാൾ ആരെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്, അയാൾ ആരുടെയൊക്കെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അയാൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ട്. ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്കതിൽ അഭിമാനം തോന്നി. കാരണം ഇയാൾ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന് ഞാൻ അന്ന് വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അതിപ്പോൾ കൂടുതൽ വ്യക്തത അതിന് വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ വിഷയം വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു വർഷത്തിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഈ പുതിയ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആ വീഡിയോ കാണാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള പോലീസ് സേനയിലെ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനായി നമുക്ക് എളുപ്പത്തിൽ തന്നെ കണക്കാക്കാൻ കഴിയുന്ന IG പി. വിജയൻ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം പോലീസ് സേനയ്ക്കകത്തും പൊതുമണ്ഡലത്തിലും ഉയർന്നിരിക്കുകയാണല്ലോ. ഈ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഉത്തരവ് നൽകിയ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ഉണ്ട്, ശ്രീ M.R. അജിത് കുമാർ. ഈ M.R. അജിത് കുമാറിൻ്റെ യഥാർത്ഥ മുഖം എന്ത് എന്ന് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, M.R. അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മോശമായ വാർത്തകളൊന്നുമല്ല കുറച്ച് കാലം മുമ്പ് വരെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് കേട്ടിരുന്നത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ വിവാദത്തിൽ ആ ഉദ്യോഗസ്ഥൻ ചെന്ന് വീണിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായത്, അതിലൊന്ന് സ്വപ്ന സുരേഷിൻ്റെ കൂടെ ജീവിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള പി സരിത്ത് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസുകാരെ ഉപയോഗിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദി അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന M.R. അജിത് കുമാർ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം. അതുപോലെ തന്നെ രണ്ടാമത് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവാദം എന്ന് പറയുന്നത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള മൊഴി തിരുത്തണം എന്ന ആവശ്യവുമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിൻ്റെ അടുത്തെത്തിയ ഇടനിലക്കാരനായ മാധ്യമപ്രവർത്തകൻ ഷാജ് കിരണിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്, അതായത് സ്വപ്ന സുരേഷുമായി ഷാജ് കിരൺ സംസാരിച്ചു കൊണ്ടിരിക്കവേ തന്നെ അദ്ദേഹത്തിനെ ഓരോ നിമിഷവും വിളിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്
അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ADGP MR അജിത് കുമാർ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം. അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാർ ഏതാണ്ട് 1 ഡസനിലധികം തവണ ഈ ഷാജ് കിരണിനെ വിളിച്ച് ഇന്ന പോലെ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു എന്നുള്ള വാർത്തകളാണ് അന്ന് പുറത്തു വന്നത്. ആ വിഷയം പിന്നീട് സ്വപ്ന സുരേഷ് തന്നെയാണ് ആ വിഷയം വെളിപ്പെടുത്തിയത്. താനുമായി ഷാജ് കിരൺ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന ADGP MR അജിത് കുമാർ നിരന്തരം ഷാജ് കിരണിനെ വിളിച്ചുകൊണ്ടിരുന്നു എന്ന് സ്വപ്ന സുരേഷ് പൊതുമണ്ഡലത്തോട് വിളിച്ചു പറഞ്ഞു. അത് പിന്നീട് ശരിയാണ് എന്നുള്ളത് വാർത്ത പുറത്തു വന്നു. ADGP ആയിരുന്ന അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാർ ഈ ഷാജ് കിരണുമായി ഏതാണ്ട് 1 ഡസനോളം തവണ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൾ ഡീറ്റെയിൽസ്, ഫോൺ നമ്പേഴ്സ് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയുണ്ടായി. അത് വലിയ വിവാദമായതിനെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതമായി. എന്നാൽ അധിക താമസമില്ലാതെ തന്നെ DGPക്ക് താഴെയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ADGP ക്രൈം ലോ ആൻഡ് ഓർഡർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ നിയമിതനായി. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് തന്നെ ഈ ഉദ്യോഗസ്ഥനാണ് എന്നാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മൊഴികൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് പോലും ഈ MR അജിത് കുമാറാണ് എന്നുള്ള സംസാരം പോലീസ് സേനയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാൻഡ് പിക്ക് ചെയ്ത് സേനയുടെ ഡിഫാക്റ്റോ DGP ആക്കി ഇപ്പോൾ നിയമിച്ച് വെച്ചിരിക്കുകയാണ്. അനിൽ കാന്ത് എന്ന് പറഞ്ഞ DGPക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വെറും ഒരു ബൊമ്മയാണ്, ഒരു പാവയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് യഥാർത്ഥത്തിൽ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് ഫലത്തിൽ ഈ ADGP ആയിട്ടുള്ള MR അജിത് കുമാറാണ് എന്നാണ് പോലീസ് സേനയിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ADGPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് P ശശിയിലും KK രാഗേഷിലുമാണ്. P ശശിയുടെ ചരിത്രം എന്താണ് എന്നുള്ളതൊന്നും നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. P ശശി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിൻ്റെ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ P ശശി വീണ്ടും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നു. P ശശിയുടെ ഏറ്റവും അടുപ്പക്കാരൻ ഈ MR അജിത് കുമാറാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ്, അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്ന വിവാദങ്ങൾ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം. ആ KK രാഗേഷ്, P ശശി, MR അജിത് കുമാർ, ഈ 3 പേര്, ഈ പറയുന്ന മൂവർ സംഘമാണ് പോലീസ് സേനയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള സ്ഥാനമുള്ള ഒരാളാണ് MR അജിത് കുമാർ. കാരണം പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെങ്കിൽ പോലും നടത്തി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ യോഗ്യത, ക്വാളിഫിക്കേഷൻ. അതാണ് MR അജിത് കുമാറിൻ്റെ ഒരു വശം എന്നല്ല MR അജിത് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്നുള്ളത്, ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP പരസ്യമായി തന്നെ പലതവണ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഏലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിലെ പ്രതിക്ക് മുസ്ലിം തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ MR അജിത് കുമാർ എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇതുവരെ അത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണണം. പല അവസരങ്ങളിലും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള പരസ്യ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. നമുക്കറിയാം പോലീസ് സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ലംഘിച്ചുകൊണ്ട് പരസ്യമായി മതചിഹ്നങ്ങൾ മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഈ MR അജിത് കുമാർ എന്ന് നമുക്കറിയാം. അപ്പോൾ MR അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അതോടൊപ്പം തന്നെ സംഘപരിവാറിന് വേണ്ടപ്പെട്ട ആളാണ് എന്നുള്ള വാർത്തകളും ഇപ്പോൾ കൃത്യമായി പുറത്തു വരുന്നുണ്ട്. പല കാര്യങ്ങളിലും സംഘപരിവാറിന് അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
സുഹൃത്തുക്കളെ, അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആഭ്യന്തര വകുപ്പിൽ സംഘപരിവാറിന് വലിയ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പുതിയൊരു കാര്യമൊന്നുമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ രമൺ ശ്രീവാസ്തവയാണ് പോലീസിൻ്റെ ഉപദേശകൻ, മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായിട്ട് നിയമിച്ചിട്ടുള്ളത്. ആ രമൺ ശ്രീവാസ്തവയ്ക്ക് സംഘപരിവാരുമായും കേന്ദ്ര ആഭ്യന്തര വകുപ്പുമായും കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഉള്ള നാഭീനാള ബന്ധം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായി അവിടെ ഇരുന്നത് രമൺ ശ്രീവാസ്തവയാണ്. രമൺ ശ്രീവാസ്തവയ്ക്ക് സംഘപരിവാരുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു. ആ രമൺ ശ്രീവാസ്തവ ഇരുന്ന സമയത്ത് തന്നെയാണ് DGP ആയി DGP ആയി വന്ന ലോക്നാഥ് ബെഹ്റ NIA ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ സംഘപരിവാരുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഒക്കെ തന്നെ വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അജിത് ഡോവൽ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് അനിൽ ഡോയലുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളായിരുന്നു. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഏറ്റവും വലിയ കണ്ണിലുണ്ണിയായിരുന്നു ലോക്നാഥ് ബെഹ്റ. ആ ലോക്നാഥ് ബെഹ്റയായിരുന്നു DGP ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ലോക്നാഥ് ബെഹ്റ പോയതിനെ തുടർന്ന് സംഘപരിവാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായി ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നയാളാണ് ADGP MR അജിത് കുമാർ. അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കാലം മുതൽ തന്നെ ആഭ്യന്തര വകുപ്പിൽ സംഘപരിവാരുമായി ബന്ധമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിച്ചത്. ആദ്യം രമൺ ശ്രീവാസ്തവ ഉണ്ടായിരുന്നു, പിന്നീട് ലോക്നാഥ് ബെഹ്റ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം അലങ്കരിക്കുന്നത് MR അജിത് കുമാർ എന്ന ADGP ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് MR അജിത് കുമാറിൻ്റെ യഥാർത്ഥ മുഖം. അതായത് സംഘപരിവാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ഉന്നതനായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് പിണറായി വിജയന് വേണ്ടി പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് P ശശിയും KK രാഗേഷുമായി ചേർന്ന്. അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിന് ആഭ്യന്തര വകുപ്പിലുള്ള ബന്ധം, ആഭ്യന്തര വകുപ്പുമായി സംഘപരിവാറിനുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പിനുള്ള നാഭീനാള ബന്ധം എന്താണെന്നുള്ളത് വ്യക്തമാണല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ MR അജിത് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം. MR അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ADGPയുടെ യഥാർത്ഥ മുഖം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ഇതുപോലെ പല വീഡിയോകളിലുമൊക്കെ തന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI ഒന്നും പിണറായി വിജയനെ ശല്യം ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് കൃത്യമായിട്ടൊരു മറുപടി ഇപ്പോൾ അതിനകത്ത് കിട്ടുകയാണ്. അതിനകത്ത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടുകയാണ്. എന്താണ് കാരണം? കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരായി നിൽക്കുന്ന സംസ്ഥാനങ്ങളെ അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെയും സർക്കാരിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് EDയെയും CBIയെയും ഒക്കെ മോഡി സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ കാരണം കൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ശല്യം ചെയ്യാത്തത്. കാരണം എന്താണ്? പിണറായി വിജയൻ മോഡി സർക്കാരിന് ഒരു ഭീഷണിയല്ല. പിണറായി വിജയൻ മോഡി സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും വേണ്ടപ്പെട്ട ആളാണ്. പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൽ മോഡി സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് നിർണായക സ്ഥാനം നൽകാൻ പിണറായി വിജയൻ തയ്യാറാവുന്നു. അതുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ CBI ഒന്നും പിണറായി വിജയനെ ബുദ്ധിമുട്ടിക്കാത്തത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്കിലുമൊക്കെ തന്നെ പല ആളുകളും ഒരു ചോദ്യത്തിനൊരു മറുപടി പറയുന്നത്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊള്ളാം. കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ തെക്കേ ഇന്ത്യ BJP മുക്തമായി എന്ന് ഫേസ്ബുക്കിൽ എന്ന വലിയ വാദമുണ്ടല്ലോ. കാരണം തെക്കേ ഇന്ത്യയിലെ മിക്കവാറും ഒരു സംസ്ഥാനത്തും BJPക്ക് ഇപ്പോൾ ഇന്ന് BJP അധികാരത്തിലില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വരുന്ന ചില കമൻറ്റുകളുണ്ട്, വളരെ രസകരമായിട്ടുള്ള ചില കമൻറ്റുകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കമൻ്റ് എന്ന് പറയുന്നത് ഈ തെക്കേ ഇന്ത്യ BJP മുക്തമായിട്ടില്ല എന്നുള്ളതാണ്. ആ പറയുന്നവർ പറയുന്നത് തെക്കേ ഇന്ത്യ BJP മുക്തമാകണമെങ്കിൽ പിണറായി വിജയൻ കൂടി അധികാരത്തിൽ നിന്ന് പോകണം എന്നാണ്. പിണറായി വിജയൻ കൂടി അധികാരത്തിൽ നിന്ന് പോയാൽ മാത്രമേ തെക്കേ ഇന്ത്യ BJP മുക്തമാവുകയുള്ളൂ എന്ന് ഫേസ്ബുക്കിൽ പലരും പറയുന്നത് 100% ശരിയാണെന്നുള്ള നിഗമനത്തിലാണ് ഞാൻ ഈ MR അജിത് കുമാറിൻ്റെ കാര്യം കാണുമ്പോഴും ഈ EDയും CBI ഒന്നും കേരളത്തിലേക്ക് വരാത്തതും ഒക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ആ നിഗമനത്തിലാണ് എത്താൻ കഴിയുന്നത് എന്നാണ് എന്നെ കാണുന്നവരോടും കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്.